57 സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. Psalms 57. It's a blessed sermon. Amen. Blessed chapter. അതിന്റെ ടൈറ്റിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണ്ണ ഗീതം. അവൻ ശൗലിന്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചത്. The title says to the chief musician, do not destroy David who fled from Saul into the cave. തന്നെ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ഒരു ശൗലിന്റെ മുമ്പിൽ നിന്ന് ദാവീദ് പ്രാണരക്ഷാർത്ഥം ഓടി പോവുകയാണ്. David was trying to escape from Saul. തന്റെ മുമ്പിലുള്ള സാഹചര്യം തനിക്ക് അനുകൂലമല്ല, ഫേവറല്ല. തനിക്ക് മുമ്പിലുള്ള സാഹചര്യം തനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സാഹചര്യം. His situation was not favorable. ഒരുപക്ഷെ തന്റെ മുമ്പിൽ മരണമായിരിക്കും. Death could be in front of us. സാറാ, ഒരുപക്ഷെ നെക്സ്റ്റ് സെക്കൻഡ് മരണം. നമ്മളെല്ലാവരും പേടിക്കത്തില്ലേ? We might die any second. ഒരു മനുഷ്യന്റെ മുമ്പിൽ മരണം അടുത്ത നിമിഷം എന്ന് പറയുമ്പോൾ ആരാ എന്റെ നടുവിൽ ചിരിക്കുന്നത്? Who can laugh? If you realize the next second there is a trap in front of us, when we realize that, who can laugh? ആർക്ക് ചിരിക്കാൻ കഴിയും? ആമേൻ. ദാവീദ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. David was in such a situation. ആമേൻ. നമുക്കറിയാം, ഞാൻ ഇതിന്റെ പശ്ചാത്തലം പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അവിടെ നിന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. We all know the story behind it. ഈ പകലിൽ ദാവീദിന്റെ ലൈഫിൽ നിന്ന് ഒരു കാര്യമെങ്കിലും നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. We can learn one thing from David. ഇന്ന് പകലിൽ ഈ സങ്കീർത്തനത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. When we meditate on this Psalms, we can learn a few things. ഇപ്പൊ നമ്മളോട് ഓരോരുത്തരോടും ചോദിച്ചാൽ പറയാനായിട്ട് ഒത്തിരി നമ്പേഴ്സ് കാണും. Praise, how many times you read this chapter? Do you remember? More than 10? More than 20? More than 50? നമ്മളോട് ഓരോരുത്തരോടും ചോദിച്ചാൽ അല്ലേ, നമുക്ക് പല കൗണ്ട് പറയാനായിട്ടുണ്ട്. ഇപ്പൊ പപ്പയോടും മമ്മിയോടും ചോദിച്ചാൽ നമ്മളെക്കാരെല്ലാം പറയാനായിട്ടുണ്ട്. കാരണം എന്താ? ഒത്തിരി പ്രാവശ്യം വായിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ദൈവം അവർക്ക് അവസരം നൽകി കൊടുത്തിട്ടുണ്ട്. Our parents have read these chapters many times, so they will know. ദൈവം നൽകി തന്ന ഈ ഓരോ ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും ഓരോ ലെസൺസ് പഠിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നിട്ടുണ്ട്. God has given us many opportunities to learn from Him. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ ഒരു ലെസൺ പഠിച്ചിട്ടേ ഇവിടെ നിന്ന് മടങ്ങാവൂ. Today we need to learn a lesson before. ഇന്നലകളിൽ പഠിച്ച ലെസൺസ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയത്. The lessons that we learn from the other ways is what changed our lives. ഇന്നലകളിൽ നമ്മൾ ഗോ ത്രൂ ചെയ്തപ്പോൾ, ഇന്നലകളിൽ ദൈവവചനം ധ്യാനിച്ചപ്പോൾ, ഇന്നലകളിൽ ദൈവ സാന്നിധ്യത്തോട് അടുത്തിരുന്നപ്പോൾ പഠിച്ച ഓരോ അനുഭവങ്ങളാണ് ഇന്നിന്റെ ആശിഷിനെ, ഇന്നിന്റെ പ്രൈസിനെ, ഇന്നിന്റെ അഭിഷേകിനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഇടയായി തീർന്നത്. Our experience from the previous days is what molded us today. It's all about a process. Amen. ഈ ബൈബിൾ ഇന്ന് തുറന്നു നിന്നപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ പ്രസംഗിക്കാനുള്ള എല്ലാ നോട്ടും എഴുതി വെച്ചിട്ട് പ്രസംഗപീഠത്തിൽ വന്നപ്പോൾ എല്ലാം ബിഗ് സീറോ ആയി പോയ ദിവസങ്ങളുമുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത ടൈം 2 മണിക്കൂർ, 2 hours. Amen. 2 hours എനിക്ക് പ്രീച്ച് ചെയ്യാനുള്ള നോട്ട് എന്റെ കയ്യിലുണ്ട്. Pastor prepared notes for 2 hours. 2 hours. എന്നാൽ ചർച്ചിനെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാം പോയി. But when Pastor preached in the church, ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. there was a time that നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെയോ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോയപ്പോൾ, ഈ വചനത്തെ വായിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി. And when we read the Bible, the Holy Spirit speaks to us. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാനായിട്ട് തുടങ്ങി. The Holy Spirit communicates with us. നമ്മളെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. He teaches us. വഴി കാണിച്ചു തരാനായിട്ട് തുടങ്ങി. He showed us the way. അപ്പോൾ എന്താ ചെയ്തേ? 2 വാക്യം കൊണ്ട് പിന്നെ അവസാനിപ്പിച്ചില്ല. We can't end it with 2 words. ഒരു അധ്യായം കൊണ്ട് പിന്നെ അവസാനിപ്പിച്ചില്ല. We can't end it with 1 chapter. അധ്യായങ്ങൾ ഓരോന്നായിട്ട് വായിക്കാൻ തുടങ്ങി. Then we start reading each chapter. വചനം ഭക്ഷിക്കാനായിട്ട് തുടങ്ങി. We start to meditate on God's word. എത്ര പേർക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ആമേൻ, ആമേൻ. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാവും. Your word is a light to my feet, a lamp to my feet. വചന കാലിന് ദീപമായി തീർന്നാൽ, പാതയ്ക്ക് പ്രകാശമായി മാറിയാൽ, ആമേൻ, പിന്നെ നമ്മൾ നിർവിചാരികളായിട്ടിരിക്കൂ.
ഒന്നിൽ നമ്മൾ കളി പഠിക്കണം. ഈ കളി അറിയത്തില്ലല്ലോ, നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കും. When we don't know the game, then we might just study the idol. ഈ ചർച്ച വന്ന് നമ്മൾ വെറുതെ ഇരിക്കുന്ന നെയ്ബേഴ്സോ നിങ്ങളുടെ സഹോദരങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. We need to pray for our brothers. കാരണം എന്താണെന്നറിയോ, ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. ആമേൻ, ആമേൻ. അവരെ കളി പഠിപ്പിക്കണം. We need to teach them. ഫുട്ബോൾ അല്ല, ദൈവവചനം നമ്മൾ പഠിപ്പിക്കണം. ദൈവവചനം പറഞ്ഞു കൊടുക്കണം. We need to teach them the word of God. ആമേൻ. കാരണം എന്താണെന്നറിയാമോ, വിരാട് കോഹ്ലി സെഞ്ചുറി ഒക്കെ അടിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ബാറ്റ് വെക്കുമ്പോൾ കൈ അടിക്കാത്തവരെ കണ്ട പുള്ളി പറയല്ലേ, ഒന്ന് ക്ലാപ്പ് ചെയ്യേ. നിങ്ങളെങ്കിലും ചിലരെങ്കിലും ആ ക്ലിപ്പ് കണ്ടു കാണും. വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചു, എല്ലാവരും ആവേശത്തോടെ ക്ലാപ്പ് അടിക്കുക. പക്ഷെ തന്റെ ഭാര്യ മാത്രം അവിടെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോ പുള്ളി പറഞ്ഞു, ആരും ക്ലാപ്പ് ചെയ്തില്ല, നീ ക്ലാപ്പ് ചെയ്യണം. കാരണം എന്താ, നിന്റെ ഹസ്ബൻഡാ, നിന്റെ പ്രിയപ്പെട്ടവനാ സെഞ്ചുറി അടിച്ചേക്കുന്നത്. അപ്പൊ വിരാട് കോഹ്ലിക്ക് മറ്റാരുടെ ക്ലാപ്പ് അല്ല ആവശ്യം, നിന്റെ ക്ലാപ്പ്, നിന്റെ അപ്രീസിയേഷൻ, സ്വന്തം ഭാര്യയുടെ അപ്രീസിയേഷൻ അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുക. അമ്മേ, നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്? ആരും കണ്ടിട്ടില്ലേ? അമ്മേ, അപ്പൊ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ സ്ക്രോൾ ചെയ്യാത്തവരാന്ന് തോന്നുന്നു. അമ്മേ, ശ്രദ്ധിച്ചേ. തന്റെ മനസ്സിൽ ഏറ്റവും ആഗ്രഹം, തന്റെ മനസ്സിൽ ഏറ്റവും വലിയ ചിന്ത തന്റെ സ്വന്തം ജീവിത പങ്കാളി അപ്രീഷിയേറ്റ് ചെയ്താൽ to him what matters the most is the appreciation. അതിൽ കൂടുതൽ വേറൊരു ബഹുമാനം തനിക്ക് ലഭിക്കാനായിട്ടില്ല. Nothing matters more than that. ഇന്ന് പകലിൽ ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നുണ്ട്. God wants that from us this morning. നിങ്ങൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. അവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, ആമേൻ, ദൈവസന്നിധിയിൽ നന്ദിയോടൊന്ന് സ്തോത്രം പറയാൻ കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ കഴിഞ്ഞാൽ, കർത്താവ് നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. ഇന്ന് പകലിൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. ഈ മെസ്സേജ് നമ്മുടെ ലൈഫിൽ ഡെലിവറൻസ് ഉണ്ടാക്കും. ആമേൻ. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള എന്തുവാ? ഏകാഗ്രത. നിങ്ങളിങ്ങനെ താടിക്ക് കൈ കൊടുത്തിരുന്നാൽ, പാസ്റ്റർ ആരോടാ പ്രസംഗിക്കുന്നത്, എന്നെ നോക്കാതിരുന്നാൽ, എന്നോട് പണങ്ങിയിരുന്നാൽ നമുക്ക് കിട്ടാനുള്ള മെസ്സേജ് നഷ്ടമാകുക. അതുകൊണ്ട് കർത്താവ് സഹായിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകം പ്രൈസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഇന്ന് പകലിൽ ദാവീദിന്റെ ഒരു പ്രാർത്ഥനയായത്. ദാവീദിന് നന്നായിട്ട് അറിയാം, ദൈവത്തിന്റെ ഫേവറിനെ മനസ്സിലാക്കിയ അനുഭവിച്ച ഒരു വ്യക്തി അദ്ദേഹം. David has experienced God's grace and His mercy a lot in his life. ദൈവത്തിന്റെ ഫേവറിനെ, ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ ഒരു മനുഷ്യൻ. David knew God's heart. അപ്പൊ ദാവീദ് ആരാണെന്ന് മനസ്സിലാക്കിയോ? ദൈവത്തിന്റെ ഇഷ്ടത്തെ, ദൈവത്തിന്റെ ഹിതത്തെ അറിഞ്ഞ മനുഷ്യൻ. A man after God's own heart. താൻ പലപ്പോഴും തെറ്റ് ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ താൻ ഓടി വരും. Every time David, തനിക്കറിയാം അത് ദൈവത്തിന്റെ ഹിതമല്ല. he knew it wasn't God's will. ദൈവത്തിന്റെ ഹിതം അല്ലെന്ന് അറിഞ്ഞുകൊണ്ട് താൻ മനഃപൂർവ്വം മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ, when he knew it wasn't God's will, he completely repented. താൻ തന്നെ സമർപ്പിച്ച് കരയുകയാണ്. എന്നോട് forgive ചെയ്യണമേ, എന്നോട് ക്ഷമിക്കണമേ. Please forgive me, O Lord. ഈ സങ്കീർത്തനത്തിൽ താൻ ആയിരിക്കുന്നത് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ താൻ വിളിച്ചു പറയുക, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. He's crying out to the Lord, please do not destroy me. താൻ ഇത് പ്രാർത്ഥിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ, താൻ ഇത് പ്രാർത്ഥിക്കുന്ന ഈ ടൈമിൽ തന്നെ, while he's praying, ശ്രദ്ധിച്ച് തന്റെ മുമ്പിൽ അവസരം ലഭിച്ചു. there was an opportunity in front of him. He got that opportunity to kill. He had the opportunity to kill. ശൗലിനെ കൊല്ലുവാൻ തന്റെ മുമ്പിൽ അവസരം ലഭിച്ചു. He had the opportunity to kill Saul. തന്റെ കൂടെ നിന്ന, തന്നോടൊപ്പമുള്ള തന്റെ അനുയായികൾ ചോദിച്ചു, തീർത്തക്കട്ടെ. His own people said, let's finish it. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. He's in our hands. This is the right time. ഇതിപ്പോ ഓപ്പർച്യൂണിറ്റിയാ. This is the perfect opportunity. തീർത്തേക്കട്ടെ. Let's finish it. അപ്പൊ ദാവീദ് പറയുക, But David said, ദാവീദ് മറുപടി കൊടുക്കുകയാണ്,
ദാവീദ് മറുപടി കൊടുക്കുക. എന്താ കൊടുക്കുന്നതെന്ന് അറിയാമോ? What did David say? ഇതൊരു അഭിഷിക്തൻ. ആമേൻ. ശൗൽ ദൈവത്തിന്റെ ഫേവറിനെ പ്രാപിച്ച മനുഷ്യനാണ്. Saul had God's favor. ദൈവത്തിന്റെ നിയോഗത്തെ പ്രാപിച്ച മനുഷ്യനാണ്. He was anointed by God. ദൈവത്താൽ അഭിഷേകത്താൽ നിറയപ്പെട്ട മനുഷ്യനാണ്. He was filled with the Holy Spirit. ഈ മനുഷ്യനെ ദോഷം ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. I cannot hurt this man. ആമേൻ. എന്റെ കൈ ഈ മനുഷ്യനെതിരെ ഉയർത്താൻ എനിക്ക് I കഴിയത്തില്ല. cannot lay hands. അദ്ദേഹം എന്നെ കൊല്ലുവോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. Doesn't matter if he kills ഒരു me. നിയോഗം തന്റെ മേൽ കിടപ്പുണ്ട്. He was anointed. ഒരു അഭിഷേകം തന്റെ മേൽ കിടപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ അഭിഷേകം നമ്മുടെ മേൽ കിടക്കുമ്പോൾ, And there is an anointing on us. ആ ദൈവിക നിയോഗം നമ്മുടെ മേൽ കിടക്കുമ്പോൾ, And there's God's favor on us. ആമേൻ. പ്രൈസ് എന്നുള്ള പുറമേ ഉള്ള ഒരു മനുഷ്യനല്ല. പ്രൈസ് എന്നുള്ള ഈ എന്താ പറയുന്നത് ഔട്ടർ സോൾ മാത്രമല്ല, ഔട്ട്ഫിറ്റിംഗ് മാത്രമല്ല, ദൈവത്തിന്റെ നിയോഗം അതിനോടൊപ്പം നിൽക്കുകയാണ്. It's not about what's on the outside. നിങ്ങളിപ്പോ എന്നെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ആശിഷ് പാസ്റ്റർ ഇത്. ആമേൻ. When you see the pastor, you know നിങ്ങൾ the കാണുന്ന നീല കോട്ടിട്ട് സൂട്ടിട്ട് നിൽക്കുന്ന ഒരു പാസ്റ്റർ. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകലിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? Are we able to recognize the anointing in our hearts? എന്റെ സഹോദരൻ എന്റെ കൂടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? Can we recognize that from our brothers and sisters? നിങ്ങളുടെ ഇടത്തും വലത്തും ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? Can you recognize the anointing of God? നിസ്സാരമായിരിക്കാം വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്നത്. സ്വതന്ത്രം 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 ഈസി ആയിരിക്കാം വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലാതാക്കി കളയുന്നത്. It's easy to end a man's life. ആമേൻ. ആ നിയോഗത്തെ, ആ അഭിഷേകത്തെ എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, If you're not able to see that anointing, ആമേൻ ആമേൻ Amen. ആമേൻ, ഇന്ന് അഭിഷേകത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, If you're not able to recognize, ഈ നിയോഗത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, able to recognize God, നമ്മൾ വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്ന മുറിവായിരിക്കാം, we might hurt people with our words. നമ്മൾ പ്രവൃത്തി കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവായിരിക്കാം, We might get hurt from our actions. ദൈവം ക്ഷമിക്കാത്ത മുറിവായി മാറും. We will be unfaithful. ആമേൻ ആമേൻ. ഒരു വ്യക്തിയെ നാം കുറച്ച് കാണുന്നു എങ്കിൽ, If we if we don't expect much from him, ആ വ്യക്തിയുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കുന്നേ, we might hurt the person's soul. നിയോഗത്തെ നാം ദുഃഖിപ്പിക്കുന്നേ, We might hurt the person. അഭിഷേകത്തെ നാം ദുഃഖിപ്പിക്കുന്നേ. We might hurt the spirit. ഈ പകലിൽ മറന്നു പോകരുത്. Don't forget this morning. ഈ പകലിൽ നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാ. We are here to pray today. അനുഗ്രഹം പറഞ്ഞില്ലെങ്കിലും If we don't bless each other, ദാവീദിനെ പോലെ, like David, ദാവീദിനെ പോലെ like David, ഇന്ന് ആ ലെസൺ നമ്മൾ പഠിച്ചിട്ട് മടങ്ങാവും. today we need to learn that lesson. ദാവീദിന്റെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി ദാവീദ് പറയും, ശൗലിന് നേരെ ഞാൻ സംസാരിക്കത്തില്ല, David had the opportunity. ശൗലിന് നേരെ ഞാൻ എന്റെ കൈ പൊക്കത്തില്ല, I will not raise my hands against him. ശൗലിന് നേരെ ഞാൻ പ്രവർത്തിക്കത്തില്ല. I will not hurt Saul. No, 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 that is not possible. കാരണം എന്താണെന്നറിയാമോ? ഇന്നലെ വീണ അഭിഷേകത്തെ എനിക്കറിയാം, I know the anointing. ഉയരത്തിൽ നിന്ന് വെളിപ്പെട്ട നിയോഗത്തെ എനിക്കറിയാം. Amen. ഇന്ന് പകലിൽ നമ്മുടെ സമപ്രായക്കാർ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാകട്ടെ ചെറിയവരാകട്ടെ, അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. We need to respect the person. അഭിഷേകത്തെ റിയലൈസ് ചെയ്യാൻ പഠിക്കണം. We need to realize this. ആ മനുഷ്യൻ അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. Lord, have mercy. ഈ അഭിഷേകത്തിനെതിരെ ഞാൻ സംസാരിച്ചാൽ, Speak against ഈ നിയോഗത്തിനെതിരെ ഞാൻ പ്രവർത്തിച്ചാൽ, ദൈവിക തിരഞ്ഞെടുപ്പുള്ള മനുഷ്യന് നേരെ ഞാൻ നിന്നാൽ, stand against God's അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, അതിന്റെ ഭവിഷ്യത്തുകള് വലുതാ വലുതാ വലുതാ. ആ തിരിച്ചറിവോടെ ദാവീദ് പ്രാർത്ഥിക്കുക, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുക. തനി എനിക്ക് കഴിയത്തില്ല, ഒറ്റയ്ക്ക് എനിക്ക് കഴിയത്തില്ല. ഇന്ന് എനിക്ക് നിന്റെ കൃപ ആവശ്യം. എനിക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു സ്ഥലം, എനിക്ക് ഉറപ്പുള്ളൊരു പാറ, എന്റെ ശരണം എന്റെ ദൈവമോ. ഈ പകലിൽ ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം, തനിയിരിക്കുന്ന വ്യക്തിയായിരിക്കാം, മാറ്റി നിർത്തിയിരിക്കുന്ന അനുഭവമായിരിക്കാം. നിനക്കൊരു ശരണം പ്രാപിപ്പാൻ ഒരു പാറയുണ്ട്.
ഈ പകൽ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുന്ന പകലായി മാറട്ടെ. ശരണം പ്രാപിക്കുന്ന പകലായി തീരട്ടെ. ദൈവ കൃപയിൽ ആശ്രയിക്കുന്ന പകലായി മാറട്ടെ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, കൃപ 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 ഈ പകല കൃപ ധാരാളമായി പകരപ്പെടട്ടെ. കൃപ ധാരാളമായി പകരപ്പെടട്ടെ. നിന്നെ ശക്തനാക്കുന്ന ദൈവം, സകലത്തിനും ജയാളിയാക്കി നിർത്തുന്ന ദൈവം, അബ്രഹാമിന്റെ ദൈവമാവൻ, ഈസഹാക്കിന്റെ ദൈവമാവൻ, യാക്കോബിന്റെ ദൈവമാവൻ. ആ ദൈവം നിന്നെ ശരണപ്പെടുത്തും. ആ ദൈവം നിന്നെ ഉറപ്പിക്കും. ഇന്ന് പകൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന അനുഭവങ്ങളെ കണ്ട് നീ തളർന്നു നിൽക്കുമ്പോ പിശാച് പറയും, this is the opportunity, this is the time. നഷ്ടപ്പെട്ടു പോയ സമാധാനം, നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥത പിശാച് ഒന്ന് ചെവി പറയൂ, this is the time. ഈ അല്പസമയത്തേക്ക് എല്ലാം മറക്കാൻ ലോകം പറയുന്നത് എല്ലാം മറക്കാൻ. സമാധാനത്തിന് വേണ്ടി കുഴപ്പമില്ല കുഴപ്പമില്ല, നീ അല്പം സേവിച്ചു, അല്പം അല്പം ഇങ്ങനെ ചെയ്തു, ഇപ്പൊ അങ്ങനെ പൊക്കോ, ഈ വഴിയിലൂടെ പൊക്കോ. എന്തിനു വേണ്ടി ഈ അനുഭവം പറയുന്നതെന്നറിയാമോ? ഈ ആഴ്ച ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന ആഴ്ചയായി മാറട്ടെ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, മുമ്പിൽ വെളിപ്പെടുന്ന ബ്രാക്കറ്റ് പീരീഡ് ഒഴിഞ്ഞു പോകുവോളം, മുമ്പിൽ വെളിപ്പെടുന്ന ശത്രുവിന്റെ പരാജയം കുഴി ഒഴിഞ്ഞു പോകുവോളം ദാവീദ് പറഞ്ഞു, ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു. വാക്കുകൾ കൊണ്ടായിരിക്കാം, പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം, ജീവിതം കൊണ്ടായിരിക്കാം. ദൈവ സാന്നിധ്യത്തിന് വിരോധമായി ചലിക്കാൻ നിനക്ക് കഴിയരുത്. ദൈവ സാന്നിധ്യത്തിനെതിരെ നിൽക്കാൻ ഇടയാകരുത്. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ഈ സമയം ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു. Dear church, listen carefully. This is the week we need to trust in Lord. ഈ ആഴ്ച ദൈവത്തിൽ ആശ്രയിക്കുന്ന ആഴ്ചയായി മാറട്ടെ. ഈ 7 ദിവസം ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. ഈ 7 ദിവസങ്ങളിൽ കേൾക്കുന്ന റിപ്പോർട്ടുകൾ നിന്നെ തളർത്തി കളയുന്നതായിരിക്കാം, നിന്നെ ക്ഷീണിപ്പിച്ച് കളയുന്നതായിരിക്കാം, നിന്റെ ആത്മീയ ജീവിതത്തിൽ നിന്നെ താഴോട്ട് വലിച്ചിടുന്നതായിരിക്കാം. എന്നാൽ ഒരു ദാവീദിനെ പോലെ അതിന്റെ നടുവിലും എന്നോട് കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന, എന്നോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്ന, എന്നോട് ദയ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇന്റെ നടുവിലുണ്ട്? എത്ര പേര് ഇന്റെ നടുവിലുണ്ട്? എത്ര പേര് ഇന്റെ നടുവിലുണ്ട്? ലിസൺ കെയർഫുള്ളി. ഈ ആഴ്ച എനിക്ക് കേൾക്കണ്ട, പാസ്റ്റർ സോറി അബദ്ധം പറ്റിപ്പോയി. I don't want to hear that. This is a clear crystal message to the church. ഈ ആഴ്ച ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന ആഴ്ചയായി മാറട്ടെ. ആമേൻ. ഇന്ന് തൊട്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം. ആമേൻ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം. ആമേൻ. ആമേൻ. ഒരു ശ്വാസ തുറമുഖം നിന്റെ അപ്പുറത്തുണ്ട്. ആമേൻ. നീ വിചാരിക്കുന്നേ ശൗല് എന്നെ ഇപ്പോൾ ഇല്ലാതാക്കുമെന്ന, എന്നാൽ നിന്റെ മേൽ കിടക്കുന്ന ഒരു അഭിഷേകമുണ്ട്, നിന്റെ മേൽ കിടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പുണ്ട്, നിന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, നിന്റെ മേൽ കിടക്കുന്നത് 7-ാം വയസ്സിൽ നീ കേട്ട ദൈവത്തിന്റെ ദൂത. അപ്പൻ മറന്നു, അമ്മ മറന്നു, സഹോദരന്മാർ മറന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ എല്ലാവരും മറന്നു. ഇശായിക്ക് ഇനി തലമുറയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആമേൻ, അപ്പന്റെ കാഴ്ചപ്പാടിൽ, അപ്പന്റെ ചിന്തയിൽ സാമർഥ്യമുള്ള ചേട്ടന്മാരുണ്ടായിരുന്നു, കഴിവുള്ള ചേട്ടന്മാരുണ്ടായിരുന്നു, ആരോഗ്യമുള്ള സഹോദരന്മാരുണ്ടായിരുന്നു, കായിക ബലമുള്ളവരുണ്ടായിരുന്നു. ആമേൻ. രാജാവാകാൻ ക്വാളിറ്റി ഉള്ളവരുണ്ടായിരുന്നു. ആമേൻ. 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 ഇന്ന് പകലിൽ എന്തിനാ ഇത് പറയുന്നതെന്ന് അറിയാമോ? ഓർഡർ തെറ്റി വരുന്ന ചില അഭിഷേകം, നിന്റെ അപ്പനും അമ്മയും ചിന്തിക്കാത്തൊരു അഭിഷേകം, നിന്റെ സഹോദരങ്ങൾ സ്വപ്നം കാണാത്തൊരു അഭിഷേകം, നിന്റെ
ദൈവത്തിന്റെ അഭിഷേകത്തെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ശ്രദ്ധിച്ച് തിരഞ്ഞെടുപ്പ് വെച്ച് നോക്കിയാൽ ഇവന്റെ മേൽ ഒരു സാധ്യതയില്ല. There was no possibility. There is no possibility. അതുകൊണ്ടാണ് വനാന്തരത്തിന്റെ അകത്ത് കിടക്കുന്നത്. ആമേൻ. ആമേൻ. അതുകൊണ്ട് ശമൂവേൽ പ്രവാചകൻ അഭിഷേക തൈലവുമായി ഭവനത്തിനകത്ത് നിൽക്കുമ്പോൾ ആരും ദാവീദിന്റെ പേര് ഓർത്തിട്ടില്ല. When Prophet Samuel was in, ആരും ദാവീദിനെ ഓർത്തിട്ടില്ല. താങ്ക് യു മോനെ. none of his brothers thought of David. ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. They couldn't even imagine. ആമേൻ. ആമേൻ. എന്നാൽ നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മറന്നു കളയാത്ത ഒരു ദൈവമുണ്ട്. നീ എത്ര ലോസ്റ്റ് ആയി പോയാലും, എത്ര ഉള്ളിലായി പോയാലും, ഈ വനാന്തരത്തിന്റെ നടുവിൽ ആരും വരത്തില്ലെന്ന് പറഞ്ഞാലും, ഈ അഭിഷേകത്തിന്റെ കൊമ്പ് ചലിക്കണമെങ്കിൽ, അഭിഷേകത്തിന്റെ തൈലക്കൊമ്പ് മൂവ് ചെയ്യണമെങ്കിൽ, നിന്റെ തലമേലെ അത് വീഴത്തുള്ളൂ. തിരഞ്ഞെടുപ്പുള്ള നിന്റെ മേലെ അഭിഷേകം വീഴത്തുള്ളൂ. എന്തിനു വേണ്ടി ഇത് പറയുന്നതെന്നറിയാമോ? ഇങ്ങനെ അഭിഷേകം വീണ വ്യക്തികളെ നീ ചെറുതായി കാണരുത്. അവന്റെ മേൽ വെളിപ്പെട്ട തിരഞ്ഞെടുപ്പ് എത്ര വലുതാണെന്ന് അറിയാമോ? ആമേൻ. ആമേൻ. ദാവീദ് അതുകൊണ്ട് പറയാ, കൊല്ലാൻ സാധ്യത മുന്നിൽ നിൽക്കുമ്പോൾ David will say, even when I had the opportunity, എല്ലാ പോസിബിലിറ്റി മുമ്പിൽ ഉള്ളപ്പോഴും even when I held കയ്യിൽ കൊണ്ട് കൊടുത്തു. നമ്മളായിരുന്നു പറഞ്ഞു, ഓ നന്ദി കർത്താവേ, സ്തോത്രം, തീർത്തേക്കാം. we will thank God for the opportunity. ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അല്ലേ? വീണ അഭിഷേകത്തെ, വീണ നിയോഗത്തെ ദാവീദ് സെൻസ് ചെയ്തു. David was able to ഈ കരങ്ങൾ ഈ അഭിഷേകത്തിനെതിരെ നിൽക്കാം. ഈ കരങ്ങൾ ഈ നിയോഗത്തിനെതിരെ നിൽക്കാം. മനുഷ്യൻ പ്രാർത്ഥിക്കുക, എന്നോട് കൃപയുണ്ടാകണമേ, എന്റെ പൊട്ട ബുദ്ധിക്ക് പോലും ചിന്തിക്കാൻ ഇടയാകാതെ വണ്ണം, ആമേൻ, എന്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത വരാതെ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, എന്റെ ബുദ്ധിമണ്ഡലത്തിൽ പോലും ഞാൻ പോലും അറിയാതെ, എന്റെ മനസ്സിൽ പോലും ഇങ്ങനൊരു ചിന്ത വരാതെ വണ്ണം. ആമേൻ. ആമേൻ. അവസരങ്ങൾ പലതും നാം ഉപയോഗിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ, ആമേൻ, അവസരത്തിന്റെ മുന്നിൽ ഒരു ഭക്തൻ പ്രാർത്ഥിക്കുക, ഈ ആപത്തുകൾ കഴിഞ്ഞു പോകുവോളം നിന്നിൽ ശരണം പ്രാപിപ്പാൻ. ഒരു ദോഷം തുടങ്ങുമ്പോൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ നാവ് കൊണ്ട് കർത്താവേ, പാപം ചെയ്യാതുള്ള കൃപയിൽ എന്നെ ഒന്ന് മറയ്ക്കണമേ. ഒരു ദോഷം തുടങ്ങുമ്പോൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, ഈ ബുദ്ധി കൊണ്ട് കർത്താവേ, പാപം ചെയ്യാതെ വേണം എന്നെ ഒന്ന് കാക്കണമേ. ഒരു ദോഷം തുടങ്ങുമ്പോൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, ദോഷം ചെയ്യാതൊരു ദോഷം ജീവിപ്പാൻ തക്കവണ്ണം. ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്നത്, ഇന്നലെ രാത്രിയിൽ നാം കേട്ടു, ക്രിസ്തുയേശുവിന്റെ ഭാവം. ആമേൻ. ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ദൂത് എന്താണെന്നറിയാമോ? ക്രിസ്തുയേശുവിന്റെ ഭാവം, ക്രിസ്തുയേശുവിന്റെ ഇഷ്ടം, ക്രിസ്തുയേശുവിന്റെ അപ്പിയറൻസ്, ക്രിസ്തുയേശുവിന്റെ സ്വഭാവം, ക്രിസ്തുയേശുവിന്റെ കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാകണം. ക്രിസ്തുയേശുവിന്റെ കണ്ണുകൾ എന്റെ കണ്ണിലൂടെ വെളിപ്പെടാൻ, ക്രിസ്തുയേശുവിന്റെ ചിന്ത എന്റെ കയ്യിലൂടെ വെളിപ്പെടാൻ. ക്രിസ്തുയേശുവിന്റെ ഭാവം. ആൽഫിനെ ചോദിച്ച പറയാനില്ലേ? ആമേൻ. ഒരു കാലത്ത് ആൽഫിൻ പറയും, ഞാൻ ലോസ്റ്റ് ആയിരുന്നു. ആമേൻ. ആൽഫിനോട് ചോദിച്ച പറയും, ലോകത്തെ കാണാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, വ്യക്തികളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല.
ഇന്നലെ ഇരുളിന്റെ കാലം ഉണ്ടായിരുന്നു, There were dark times. എന്നാൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവം, But God was miraculous. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് വിളിച്ച ദൈവം, God called us. കൃപയിൽ നിന്ന് കൃപയിലേക്ക് വിളിച്ച ദൈവം. ഇന്ന് ഈ പകൽ എത്ര പേര് പ്രാർത്ഥിക്കുന്ന, എന്നോടൊന്ന് കൃപ ഉണ്ടാകണമേ, ക്രിസ്തുയേശുവിന്റെ ഭാവം എന്നിൽ വെളിപ്പെടാൻ എന്നോടൊന്ന് കൃപ ഉണ്ടാകണമേ, ക്രിസ്തുയേശുവിന്റെ കാഴ്ചപ്പാട് എന്നിൽ വെളിപ്പെടാൻ എന്നോടൊന്ന് കൃപ ഉണ്ടാകണമേ. 80 വയസ്സ് ജീവിച്ചുകൊണ്ട് അവസാനിച്ചില്ല കേട്ടോ. We can live. കർത്താവ് അനുഭവിച്ചാൽ 80 വയസ്സ് വരെ വേണം ജീവിക്കാം, 90 വയസ്സ് വരെ ജീവിക്കാം. നമ്മളോട് ഇപ്പോഴും ചോദിച്ചാൽ അമ്മ പറയുന്നത് 100+ പറയുന്നത് അല്ലേ? എല്ലാവർക്കും ഇപ്പോഴും ജീവിക്കാൻ ആവശ്യമാണ്. അച്ഛാ, ആയുസിന്റെ പകുതി കഴിഞ്ഞെന്ന്, ഇത്രയും ജീവിച്ചതുപോലെ ഇനി ജീവിക്കത്തില്ലെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെയൊക്കെ ആയുസിന്റെ ആമേൻ സ്തോത്രം. ചോദിക്കട്ടെ, ആയുസിന്റെ പകുതി കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞാൽ ഇത്ര ആയുസ്സുകൊണ്ട് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? What have we done for God in our short lifetime? അപ്പോസ്തലപ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച ഭൂമിയുടെ അറ്റത്തോളം The Holy Spirit falls upon you. സാക്ഷികളായി തീരണം. ആമേൻ. ആയുസിന്റെ പകുതി കഴിഞ്ഞു, ജോലിയും തിരക്കും കഴിഞ്ഞിട്ട് എന്ത് സാക്ഷി? ആമേൻ. എവിടെ വിറ്റ്നസ് ആകാൻ? ആമേൻ. ചോദ്യം ചോദിക്കുന്ന ഒരു പ്രഭാതമുണ്ട്. നമ്മെല്ലാവരും ആ ചോദ്യത്തെ ഫേസ് ചെയ്യുന്ന ഒരു പകലുണ്ട്. ആമേൻ. നമ്മളെ ചെയ്ത പ്രവർത്തികളെ കാണിക്കുന്ന ഒരു പകലുണ്ട്. ആമേൻ. ഇന്ന് നമ്മൾ വാക്യമായി ഇങ്ങനെ കാണുന്നേ, ഇന്ന് നമ്മൾ കാണുന്നത് പാട്ടുകളാണ്, എന്നാൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളെല്ലാം പറഞ്ഞു റിവാർഡ് തരുന്ന ഒരു പകലുണ്ട്. നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കാൻ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്ന ഒരു പകലുണ്ട്. ഇന്ന് പകലിൽ നാം എത്രമാത്രം പ്രാർത്ഥിച്ചാലേ ഒക്കത്തുള്ളൂ. കർത്താവേ, എന്നോടൊന്ന് കൃപയുണ്ടാകണമേ, എന്നോടൊന്ന് കൃപയുണ്ടാകണമേ, കർത്താവേ, എന്നോടൊന്ന് കൃപയുണ്ടാകണമേ, എന്നോടൊന്ന് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാർത്ഥനാ സ്റ്റൈൽ മാറി. ഇന്നലെ വരെ പ്രാർത്ഥിച്ച പപ്പ അനുഗ്രഹിക്കണേ, മമ്മി അനുഗ്രഹിക്കണേ. കർത്താവെ, ഭക്ഷിക്കാൻ എന്തോ ഭക്ഷണം തരണം, ധരിക്കാൻ വസ്ത്രം തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല, നിശ്ചയമായിട്ടും അങ്ങനെ പ്രാർത്ഥിക്കണം. എന്നാൽ ഈ ദിവസങ്ങളിൽ കേൾക്കപ്പെടുന്ന വചനം പ്രാർത്ഥനാ ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഈ കേൾക്കപ്പെടുന്ന വചനം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒന്ന് ആഡോൺ ചെയ്യാൻ കഴിയുമോ? ഇന്നലെ ദൈവത്തിനെ കഴിച്ച് എത്ര പേര് കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു, ക്രിസ്തുയേശുവിന്റെ ഭാവം എന്നിൽ ഒന്ന് വെളിപ്പെടണമേ, ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് വെളിപ്പെടണമേ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒന്ന് വെളിപ്പെടണമേ. ക്രിസ്തുയേശുവിന്റെ ഭാവം എന്റെ ഫോണിൽ ഒന്ന് വെളിപ്പെടണം. ഇതാരും പ്രാർത്ഥിക്കില്ലെന്നില്ല, എനിക്കറിയാം. ആമേൻ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ക്രിസ്തുയേശുവിന്റെ ഭാവം, ക്രിസ്തുയേശുവിന്റെ കാഴ്ചപ്പാട്. ആമേൻ, ആമേൻ. പാസ്റ്ററോട് എക്സ്ക്യൂസ് പറയാൻ ഈസിയാ കേട്ടോ. ആമേൻ, ആമേൻ. കൂട്ടു സഹോദരനോട് ഈസി എക്സ്ക്യൂസ് പറയാൻ. ആമേൻ. നാം എല്ലാവരും കണക്ക് കൊടുക്കേണ്ട ഒരു പ്രഭാതമുണ്ട്. നമ്മുടെ ചർച്ച അതിനു വേണ്ടിയാണ്, നമ്മൾ അതിനു വേണ്ടിയാ പ്രിപ്പയർ ചെയ്യുന്നത്. എൻട്രൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? അവർക്ക് വേണ്ടി കോച്ചിങ് സെന്ററുകൾ ഒരുക്കിയിട്ടുണ്ട്. 3 മാസം ആ സാറിനെ കാണാൻ വേണ്ടി അല്ല അവരിവിടെ നിൽക്കുന്നേ, അവരുടെ ടീച്ചിങ് സ്റ്റൈൽ എന്ത് മനസ്സിലാക്കാൻ വേണ്ടി അല്ല അവർ നിൽക്കുന്നേ. മുമ്പിൽ വെളിപ്പെടാൻ പോകുന്ന ഒരു എക്സാം ഡേറ്റ് ഉണ്ട്, അവർ അപ്പിയർ ചെയ്യാൻ പോകുന്ന ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി, ആ പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഈ ലൈഫ് അങ്ങനെയുള്ള ഒരു ബ്രാക്കറ്റ് പീരീഡാണ് കേട്ടോ. 80 വയസ്സ് ദൈവം നൽകി തന്നിരിക്കുന്ന ഒരു പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഒരു സമയമാണ്. പോയതുപോലെ തന്റെ സഭയെ ചേർക്കാൻ എത്രയും വേഗം മധ്യാകാശത്തിൽ വരുന്ന ഒരു കർത്താവ്. കണ്ണിമയ്ക്കിടയിൽ കാഹളനാദം നാം കേൾക്കും. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാവും അവനോടൊപ്പം രൂപാന്തരപ്പെടുന്ന ഒരു പ്രഭാതമുണ്ട്, ഒരു ഉയർപ്പുണ്ട്. ഇന്ന്
ആയിരിക്കും. ഇന്നലെ നാളുകളിൽ നാം അത് കേൾക്കും. ആ കാഹളനാദം കേൾക്കുമ്പോൾ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണ കരുതാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അവൻ തിരിച്ചു വിളിക്കും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അവൻ തിരിച്ചു വിളിക്കും. വിളക്കിൽ ഇപ്പോൾ എണ്ണ നിറച്ചോണം. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറച്ചോണം. This is the time to refill. Amen. ബുദ്ധിയുള്ള കന്യകമാർ വിളക്കിൽ എണ്ണ കരുതി. മണവാളൻ കേൾക്കുന്നെന്ന് കേട്ടപ്പോ കത്തിച്ചു. 5 പേര് ഓടി, അല്പം തരണമേ, അല്പം തരണം, അല്പം കടമായി ലഭിക്കണമേ. ഓടുന്നവരുടെ കൂട്ടത്തിലാകരുത്. ഇന്നും പരിശുദ്ധാത്മാവ് സഭയെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുക, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു. ദൈവ സാന്നിധ്യത്തോട് നീ ചേർന്ന് നിന്നാൽ, ആ ദൈവത്തിൽ നീ ശരണം പ്രാപിച്ചാൽ അവൻ നിന്റെ അകത്തെ മനുഷ്യനെ നിറയ്ക്കും. നിന്റെ ആത്മാവിനെ അവൻ നിറയ്ക്കും. നിന്റെ ഇന്നർ സ്പിരിറ്റിന് വേണ്ടുന്ന നന്മകൾ നൽകും. Who can give that refill? Amen. ആർക്കാണോ നിറവിനെ നൽകാൻ കഴിയുന്നത് ആ സാന്നിധ്യത്തിൽ ഇന്ന് പകരം നാം ആയിരിക്കുന്നേ, ഇന്നായിരിക്കുന്നേ, ഇപ്പോൾ നാം ആയിരിക്കുന്നേ. കൊതിക്കാൻ കഴിയുമോ? കർത്താവേ, പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ നൽകണമേ. പ്രാർത്ഥിക്കാൻ കഴിയുമോ? പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ പകരണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം ചിന്തിക്കുന്നതിലുപരിയാ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം കരുതുന്നതിലുപരിയാ, പരിശുദ്ധാത്മാവ് നമ്മുടെ അനുഭവത്തെ മാറ്റും, നമ്മുടെ അവസ്ഥകളെ മാറ്റും, നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റും. കോർണർസ്റ്റോൺ റിവൈവൽ ചർച്ച് ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി നാം കേട്ടില്ലെന്ന് പറയരുത്, ഇനി ഞാൻ അറിഞ്ഞില്ലെന്ന് പറയരുത്. This is the time to pray. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമായത്, കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കേണ്ട സമയമായത്.